യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. പ്രൈസ് ദ ലോർഡ്. ഷേമ ഇസ്രായേലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. പ്രാർത്ഥനകളും കാഴ്ചകളുമായി ദൈവത്തിനു മുൻപിൽ ഒത്തിരിയേറെ പ്രാവശ്യം അണഞ്ഞിട്ടും ഇനിയും നടക്കാത്ത ചില ആഗ്രഹങ്ങളില്ലേ നമ്മുടെ ജീവിതങ്ങളിൽ? ദൈവത്തിനു മുൻപിൽ മുട്ടുമടക്കിയിട്ടും നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ പോകുന്നത്? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് മുൻപിൽ നാം സമർപ്പിക്കുന്ന ആഗ്രഹങ്ങൾ ഇനിയും അവിടത്തേക്ക് സ്വീകാര്യമാകുന്നില്ലെങ്കിൽ അതിനു പിന്നിലെ കാരണം നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തിന് മുൻപിൽ സ്വീകാര്യമാകുന്നത് എങ്ങനെയെന്നും നമ്മുടെ പ്രാർത്ഥനകൾ സഫലമാകാൻ ഒരു കുറുക്കുവഴിയും പറഞ്ഞു തരികയാണ് ഇന്നത്തെ ഷേമ ഇസ്രായേൽ. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കാരസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ അനീഷ് മുണ്ടിയാനിക്കലാണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യത്തിലൂടെ ദൈവവചന ശ്രവണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കാരുണ്യനാഥന് 1000 നന്ദി. എൻ്റെ പേര് ജിജോ. ഞാൻ വരുന്നത് എറണാകുളത്ത് കളമശ്ശേരിയിൽ നിന്നാണ്. ഞാൻ 2016 മെയ് 21 ഒരു പിതാവാവുകയും എൻ്റെ ഭാര്യ 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും ചെയ്തു. ജന്മന കുഞ്ഞുങ്ങൾക്ക് ശ്വാസകോശത്തിന് വലുപ്പം കുറവായതുകൊണ്ട് NICUവിൽ അപ്പോൾ തന്നെ കയറ്റുകയും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. 48 മണിക്കൂറിന് ശേഷമേ എന്തെങ്കിലും പറയാൻ പറ്റുമെന്ന് ഡോക്ടർ തെളിയിച്ച് പറഞ്ഞു. പക്ഷേ ഇവിടെ വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 14 മണിക്കൂർ കൊണ്ട് പിള്ളേർ റിക്കവർ ആവുകയും ഇപ്പോൾ പിള്ളേർ ആരോഗ്യകരമായി ജീവിക്കുകയും ചെയ്യുന്നു. ഇത് യേശുവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് നന്ദി. മിശിഹായിലേറ്റ സ്നേഹം നിറഞ്ഞവരെ, ഷേമ ഇസ്രായേലിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഷേമ ഇസ്രായേൽ പ്രോഗ്രാമിലൂടെ ഈ നാളുകളിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ പല കുടുംബങ്ങളിലും എത്തിച്ചേർന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധ്യാനിക്കുവാൻ വേണ്ടി, ചിന്തിക്കുവാൻ വേണ്ടി തരുന്ന വിഷയം 1 യോഹന്നാൻ 5-ാമത്തെ അധ്യായം 14-15 വചനങ്ങളാണ്. വചനം ഇപ്രകാരമാണ്: അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. പ്രിയമുള്ളവരെ, ഈ ഉറപ്പ് നൽകുന്നത് ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാനാണ്. ഈശോയെയും പരിശുദ്ധ അമ്മയും രണ്ടുപേരും രക്ഷാകര ചരിത്രത്തിൽ ദൈവവുമായി ഏറ്റവും അധികം സഹകരിച്ച വ്യക്തികളാണ്. പരിശുദ്ധ അമ്മ ദൈവവുമായി സഹകരിച്ച വ്യക്തിയെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനായ ഈശോ തന്നെയായ മിശിഹായെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുമായിട്ട് ആ സ്നേഹബന്ധം തുടരുകയും തൻ്റെ അമ്മയായി പരിശുദ്ധ അമ്മയെ സ്വീകരിക്കുകയും ചെയ്ത യോഹന്നാൻ ആ യേശുവിൻ്റെ ഹൃദയം മനസ്സിലാക്കി, യേശുവിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി, യേശുവിൻ്റെ ആഗ്രഹം മനസ്സിലാക്കി നമുക്ക് ഓരോരുത്തർക്കും തൻ്റെ വെളിപ്പെടുത്തലിലൂടെ പരിശുദ്ധാത്മാവിലുള്ള വെളിപ്പെടുത്തലായി നമുക്ക് നൽകുകയാണ്. ഇപ്രകാരം പറയുകയാണ്: അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. ഇത് വലിയ ഉറപ്പാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അവൻ്റെ ഇഷ്ടമനുസരിച്ച്, ആരുടെ ഇഷ്ടമനുസരിച്ച്? യേശുവിൻ്റെ ഇഷ്ടമനുസരിച്ച് യോഹന്നാൻ
ഈശോയുടെ ഇഷ്ടം വളരെ കൃത്യമായിട്ട് തിരിച്ചറിയുന്ന വ്യക്തിയാണ്. യേശുവിൻ്റെ ഇഷ്ടമനുസരിച്ച് മുന്നോട്ട് പോകുവാനും യേശുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനും യേശുവിൻ്റെ ഇഷ്ടമനുസരിച്ച് വിളി സ്വീകരിക്കുവാനും യേശുവിൻ്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിക്കുവാനും യേശുവിൻ്റെ ഇഷ്ടമനുസരിച്ച് സുവിശേഷത്തിന് വേണ്ടി ബന്ധനസ്ഥരാക്കപ്പെടുവാനും യേശുവിൻ്റെ ഇഷ്ടമനുസരിച്ച് പാത്മോസിലേക്ക് നാടുകടത്തപ്പെടുവാനും യേശുവിൻ്റെ ഇഷ്ടമനുസരിച്ച് മരിക്കാനും തയ്യാറാകുന്ന വ്യക്തിയും ഒപ്പം ദൈവിക വെളിപാടുകൾ വരാനിരിക്കുന്ന കാലത്തെപ്പറ്റിയുള്ള വെളിപാടിൻ്റെ പുസ്തകം എഴുതുവാനുമൊക്കെ പരിശുദ്ധാത്മാവ് സഹായിച്ച വ്യക്തിയാണ് യോഹന്നാൻ. ആ യോഹന്നാൻ പറയുകയാണ്, അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മളെ പ്രാർത്ഥന കേൾക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ട് ഉത്തരം കിട്ടുന്നില്ല എന്നുള്ള ചോദ്യവുമായി പലരും സമീപിക്കാറുണ്ട്. നാളുകളായി പ്രാർത്ഥിച്ചിട്ടും വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയ്ക്ക് പിന്നിൽ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ടാകും. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അറിയാം, ചില പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ, ചില പ്രത്യേക കാര്യങ്ങൾ, ഓൾറെഡി ലോകത്തിലുള്ള കാര്യങ്ങളൊന്നും മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കില്ല. ഉദാഹരണത്തിന്, നമ്മുടെ വീടിന് മുന്നിൽ കൂടെ ഒഴുകുന്ന ഒരു പുഴ പിറ്റേ ദിവസം വീടിന് പുറകിലൂടെ ഒഴുകണമെന്നൊക്കെ തീരുമാനിച്ചാൽ, അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല എന്ന് തിരിച്ചറിയണം. ചിലരുടെയൊക്കെ പ്രാർത്ഥന അപ്രകാരമുള്ള പ്രാർത്ഥനയാണ്. ഒരിക്കലും മാറ്റപ്പെടാനാവാത്ത ചില സത്യങ്ങൾക്ക് വേണ്ടി അത് മാറ്റാൻ വേണ്ടിയുള്ള പ്രാർത്ഥന, അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചുള്ള പ്രാർത്ഥനയായി മാറണം. അതിന് ദൈവവചനം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? സഹനങ്ങളൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ചില രോഗങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ചില സങ്കടങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ചില തകർച്ചകൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അങ്ങനെ സംഭവിക്കും? നമുക്ക് നോക്കാം. ബൈബിളിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. കാനായിലെ കല്യാണ വിരുന്നിൽ യോഹന്നാൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ ഇതേ യോഹന്നാൻ തന്നെ വിവരിക്കുകയാണ്. കാനായിലെ വിവാഹ വിരുന്നിൽ കുറവുണ്ടായിരുന്നു. ആ കുറവിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ആ കുറവ് ദൈവത്തിൻ്റെ ഇഷ്ടം ഉള്ള ഒരു കുറവായിരുന്നു. കാരണം ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ഒരിടമായി അത് മാറി. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നത്, നിൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നതെന്ന് പൗലോസ് ശ്ലീഹായോട് കർത്താവായ ദൈവം പരിശുദ്ധാത്മാവ് വഴി അരുളി ചെയ്യുന്നത്. നിൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ നമ്മുടെ കുറവുകൾ കർത്താവിന് മുമ്പിലേക്ക് നിലവിളിച്ചുയർത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണമേ, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് നമ്മൾ പരിശോധിക്കണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസൃതമായി നാം എന്തെങ്കിലും ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവൻ്റെ മേലുള്ള ഉറപ്പ്. തീർച്ചയായിട്ടും സംഭവിച്ചിരിക്കും. പലപ്പോഴും നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്താൻ മറന്നു പോകുന്നു. എല്ലാ കാര്യങ്ങളും ജീവിതത്തിലൊരു സങ്കടം വരുമ്പോൾ, വേദന വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ദൈവസന്നിധിയിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ഉയർത്തണം. പക്ഷേ അത് ദൈവഹിതമാണോ എന്ന് അന്വേഷിക്കണം. അതിന് ദൈവവചനം വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടമാണോ എന്നറിയാൻ ദൈവവചനം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പലപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് ചിലരൊക്കെ കടന്നു വരുമ്പോൾ, ഒരുപാട് പ്രാർത്ഥനകളുമായി കടന്നു വരുമ്പോൾ കുമ്പസാരത്തെക്കുറിച്ചും വിശുദ്ധ കുർബാന സ്വീകരണത്തെക്കുറിച്ചും അതുപോലെ കുടുംബത്തിലെ പ്രാർത്ഥനയുടെ അവസ്ഥയെക്കുറിച്ചും ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതിൻ്റെ ആ ഒരു സീരിയസ്നെസ്സിനെ കുറിച്ചുമൊക്കെ ചോദിക്കുമ്പോൾ പലപ്പോഴും പലരും പറയാറുണ്ട്, അച്ഛാ അതൊക്കെ ഇല്ല, അതൊന്നുമില്ല, അതൊക്കെ കുറവാണ്. അതാണോ ദൈവത്തിൻ്റെ മാനദണ്ഡം? തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ചോദിക്കുന്ന വ്യക്തി. ദൈവവചനമനുസരിച്ച് ജീവിച്ചുകൊണ്ട് വേണം പ്രിയമുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ഉയർത്താനായിട്ട്. കാനായിലെ കല്യാണ വിരുന്നിൽ യോഹന്നാൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ നടക്കുന്നത് തന്നെയാണ്. പരിശുദ്ധ അമ്മ ഈശോയോട് വന്ന് പറയുകയാണ്, മോനെ, അവരുടെ വീഞ്ഞ് തീർന്നു പോയി. അത് ലോകത്തിൻ്റെ ഒരു ആവശ്യമാണ്. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ ഒരു നമ്മുടെയൊക്കെ അതേ ഭാവത്തിൽ, അതേ രൂപത്തിൽ കടന്നു വരികയാണ്. അവരുടെ വീഞ്ഞ് തീർന്നു പോയി എന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ അമ്മ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഇടപെടുന്നുണ്ട്. പക്ഷേ ഈശോ പറയുന്ന ഉത്തരം നമുക്ക് വളരെ വ്യക്തമാണ്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയമായിട്ടില്ല. വീഞ്ഞ് തീർന്നു പോയി എന്നുള്ളത് സത്യമാണ്. അവരുടെ ആഘോഷത്തിൽ കുറവുണ്ടാകുമെന്നുള്ളത് സത്യമാണ്. അവരുടെ ആർഭാടങ്ങളിൽ കുറവുണ്ടാകുമെന്നുള്ളത് സത്യമാണ്. അവരുടെ വിവാഹാഘോഷം തകർന്നു പോകുന്നുള്ളത് സത്യമാണ്. എങ്കിലും ദൈവത്തിൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് ഈശോ തന്നെ വെളിപ്പെടുത്തുകയാണ്. പരിശുദ്ധ അമ്മ നമ്മൾ കേട്ട വചനത്തിൻ്റെ അതേ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അവൻ്റെ ഇഷ്ടമനുസരിച്ച് ചോദിക്കാനുള്ള ആ ഒരു പ്രചോദനം പരിശുദ്ധ അമ്മ പറയുകയാണ്. പരിശുദ്ധ അമ്മ യേശുവിനോട് മറുത്തൊന്നും പറയുന്നില്ല, ഒരു വാക്ക് പോലും പറയുന്നില്ല. പകരം അവിടെ കൂടി നിന്ന പരിചാരകരോട് അവൾ പറഞ്ഞു, അവൻ പറയുന്നത് പോലെ ചെയ്യുക. പ്രിയപ്പെട്ടവർ, അതാണ് എല്ലാത്തിൻ്റെയും ഉത്തരം. അവൻ പറയുന്നത് പോലെ ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധ അമ്മ പുതിയ നിയമത്തിൻ്റെ താക്കോല്
പുതിയ നിയമത്തിൻ്റെ താക്കോൽ ആ പരിചാരകർക്ക് കൈമാറുകയാണ്. എന്താണ് പുതിയ നിയമത്തിൻ്റെ താക്കോൽ? പുതിയ നിയമത്തിൻ്റെ താക്കോൽ പഴയ നിയമത്തിൽ സംഭവിക്കാത്ത പല കാര്യങ്ങൾക്കും കാരണം അവൻ പറയുന്നതുപോലെ ചെയ്യാത്തതാണ്. തീർച്ചയായിട്ടും ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരിക. ആദവും ഹവ്വയും മനോഹരമായ ഏദൻ തോട്ടം, അവരവിടെ സമൃദ്ധിയിൽ കഴിയുന്നു, സുഖത്തിൽ കഴിയുന്നു, ഒന്നിനും ഒരു കുറവുമില്ല. പക്ഷേ അവർ പിശാചിനാൽ വഞ്ചിക്കപ്പെട്ട് ദൈവം ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന പഴത്തിൽ നിന്നും വൃക്ഷത്തിൽ നിന്നും പഴം ഭക്ഷിച്ചു. അവർ അനുസരണക്കേട് കാണിച്ചു. ദൈവത്തെ അനുസരിക്കേണ്ടതിന് പകരം ദൈവത്തെ ധിക്കരിച്ചു, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു, മറുതലിച്ചു. അങ്ങനെ അവർ സൗഭാഗ്യത്തിൽ നിന്നും പുറത്തായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ പരിശുദ്ധാത്മ പറയുകയാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഈ അനുസരണക്കേട് ആരംഭിക്കുന്നത് പറുദീസയിൽ നിന്നാണ്. ഈ അനുസരണക്കേട് ആരംഭിക്കുന്നത് ഏദൻ തോട്ടത്തിൽ നിന്നാണ്. ഈ അനുസരണക്കേട് ആരംഭിക്കുന്നത് ആദിമ മനുഷ്യരിൽ നിന്നാണ്. ഇന്നും മനുഷ്യരായ നമുക്കൊക്കെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ അനുസരണക്കേട്. ദൈവത്തെ അനുസരിക്കേണ്ടതിന് പകരം ദൈവത്തെ ധിക്കരിക്കാനും ദൈവിക നിയമങ്ങളെ ധിക്കരിക്കുവാനും ദൈവകൽപ്പനകൾക്ക് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാതെയുമൊക്കെ കടന്നു പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുസരണക്കേട് കാണിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പുതിയ നിയമത്തിലേക്കുള്ള താക്കോൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലേക്കുള്ള താക്കോൽ പരിശുദ്ധ അമ്മ പരിചാരകർക്ക് കൊടുക്കുകയാണ്. എന്താണ് പുതിയ നിയമത്തിൻ്റെ താക്കോൽ? അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇഷ്ടം എന്തെന്ന് മനസ്സിലാക്കി അതുപോലെ നിങ്ങൾ ചെയ്യുക. അതാണ് അതിൻ്റെ അർത്ഥം. ഇനി ഈശോ, പരിശുദ്ധ അമ്മ ആ സീനിൽ നിന്നും മാറിപ്പോകുന്നു. ഈശോ അവരോട് പറയുന്നു, അവൻ പറയുകയാണ് നിങ്ങൾ വെള്ളം നിറയ്ക്കുവിൻ, ഭരണിയിൽ വെള്ളം നിറയ്ക്കുവിൻ. അവരടുത്ത് കണ്ട സകല ഭരണിയിലും വെള്ളം നിറച്ചു. വലിയ വെള്ളം കൊള്ളുന്ന, ശരിക്കും ശുദ്ധീകരണത്തിന് കാല് കഴുകാനായിട്ട് വെള്ളം വയ്ക്കുന്ന വലിയ ഭരണികളിൽ അവർ വെള്ളം നിറച്ചു. ശരിക്കും വീഞ്ഞു ഭരണിയല്ല, അത് കാല് കഴുകാനുള്ള ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന വലിയ ഭരണികളാണ്. അതിൽ നിറയെ അവർ വെള്ളം നിറച്ചു. പ്രിയമുള്ളവരെ, അനുസരണം പ്രധാനപ്പെട്ട കാര്യമാണ്. അവൻ പറയുന്നത് പോലെ ചെയ്യണം. അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോഴാണ് അവിടെ അവൻ്റെ കരുണാകടാക്ഷം ഉണ്ടാവുക. അവർ ചെയ്തു. ഭരണി നിറയെ വെള്ളം നിറച്ചു. ശരിക്കും പറഞ്ഞാൽ വിഡ്ഢികളെപ്പോലെ അവർ വെള്ളം നിറച്ചു. അവർ നിറയ്ക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ അക്ഷരം പ്രതി അനുസരിക്കുകയാണ്. പലപ്പോഴും പല കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുമ്പോൾ മാതാപിതാക്കൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അച്ഛാ അവൻ അനുസരിക്കുന്നില്ല, അവൾ അനുസരിക്കുന്നില്ല. പലപ്പോഴും മാതാപിതാക്കളായ പലർക്കും അറിയാം, മക്കൾ ആദ്യമൊന്ന് അനുസരിച്ചിട്ട് പിന്നീട് ചോദിച്ചാൽ കുഴപ്പമില്ല, എന്തുകൊണ്ടാണ് അപ്പൻ അങ്ങനെ പറഞ്ഞത്, എന്തുകൊണ്ടാണ് അമ്മ അങ്ങനെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും സെമിനാരി ജീവിതത്തിൽ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങളെ വൈദിക പരിശീലന കാലത്ത് പഠിപ്പിക്കാറുണ്ട്, ആദ്യം അനുസരിക്കുക, അതിനുശേഷം എന്തുകൊണ്ടാണെന്ന് പിന്നീട് ചോദിക്കുക. ആദ്യം അനുസരിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ ഖാനായിലെ കല്യാണ വീട്ടിൽ നടക്കുന്ന മറ്റൊന്നുമല്ല, ആദ്യം അവരനുസരിക്കാൻ തയ്യാറാവുകയാണ്. കണ്ണും പൂട്ടിയാണ് അവൻ അനുസരിക്കുന്നത്. അതിനകത്ത് യുക്തിയോ ചിന്തയോ ബുദ്ധിയോ ഒന്നും നോക്കുന്നില്ല. ബുദ്ധിപരമായിട്ടോ യുക്തിപരമായിട്ടൊക്കെ ചിന്തിച്ചാൽ ആ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഇത് പറയുന്ന വ്യക്തി ഒരു സാധാരണക്കാരനാണ്, ഒരു തച്ചൻ്റെ മകനാണ്. അതുവരെ അത്ഭുതങ്ങളൊന്നും പ്രവർത്തിച്ചിട്ടില്ല, അവൻ്റെ കൈകളിലൂടെ ഒരു അത്ഭുതവും പ്രവർത്തിച്ചിട്ടില്ല. ആ ഒരു അവസ്ഥയിലാണ് പരിശുദ്ധ അമ്മയുടെ വാക്ക് കേട്ടിട്ട് ഈ ആളുകൾ വെള്ളം നിറയ്ക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ക്രിസ്തുവിലേക്കുള്ള താക്കോൽ, ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്കുള്ള താക്കോൽ മറ്റൊന്നുമല്ല, അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഒരു പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, പഴയ നിയമം മുഴുവൻ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, എപ്പോഴൊക്കെ ദൈവം പറയുന്നത് ദൈവത്തിൻ്റെ ജനം കേട്ടോ, എപ്പോഴൊക്കെ രാജാക്കന്മാരും പ്രവാചകന്മാരും ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ചോ, അവരിലൂടെ അവർക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഖാനായിലെ കല്യാണ വിരുന്നിൽ ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ തന്നെ അവൻ പറഞ്ഞു, ഇനി അത് പകർന്ന് കലവറക്കാരന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വീഞ്ഞായി മാറി. അവിടെ മറ്റു പ്രവൃത്തികളൊന്നുമില്ല. അനുസരണം സംഭവിക്കുമ്പോൾ തന്നെ, അവൻ പറഞ്ഞതുപോലെ അനുസരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇഷ്ടമനുസരിച്ച് അവർ പ്രവർത്തിക്കുന്ന നിമിഷം തന്നെ അവിടെ അത്ഭുതം സംഭവിക്കുക. ഇത് തന്നെയാണ് യോഹന്നാൻ ശ്ലീഹ ഒന്ന് യോഹന്നാൻ 5:14 നമ്മൾ വായിച്ചു കേട്ടത്. അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനുള്ള ഉറപ്പ്. 15-ാമത്തെ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു, നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കുന്നു എന്ന് നമുക്കറിയാമെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു എന്ന് നമുക്കറിയാം. നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കുന്നുവെന്ന് നമുക്കറിയാമെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു എന്ന് നമുക്കറിയാം. ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ, നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള അപേക്ഷ, അങ്ങനെ അനുസരണത്തോടു കൂടിയുള്ള അപേക്ഷ. അതുകൊണ്ടാണ് പലപ്പോഴും ധ്യാനങ്ങളിലും ശുശ്രൂഷകളിലുമൊക്കെ സംബന്ധിക്കുമ്പോൾ കുമ്പസാരിക്കാനും അനുദപിക്കാനും ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് ഓർത്ത് മാപ്പ് ചോദിക്കാനും ഒക്കെ പറയുന്നത്. കടബാധ്യതയുടെ നടുവിൽ നിൽക്കുന്നവർ,
പെടുന്നവർ, ജോലിയിൽ തടസ്സമുള്ളവർ, വിവാഹത്തിന് തടസ്സമുള്ളവർ, മക്കളുണ്ടാകാൻ തടസ്സമുള്ളവർ, ഏതെങ്കിലും മേഖലയിലൊക്കെ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ അനുഗ്രഹവും കാത്ത് വേഴാമ്പലിനെ പോലെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആദ്യം അനുതപിക്കുക, അനുസരിക്കുക. രണ്ടാമത് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവൻ പ്രാർത്ഥന കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ അനുഗ്രഹിച്ചിരിക്കും, തീർച്ചയായിട്ടും അനുസരിച്ചിരിക്കും. ഇതാണ് വിശ്വാസം. ചോദിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ്. അതാണല്ലോ ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ വചനം പഠിപ്പിക്കുന്നത്, ചോദിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പ്. വീണ്ടും കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ചോദിക്കുമ്പോൾ ചോദിച്ചത് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക, ലഭിക്കുക തന്നെ ചെയ്യും, വിശ്വസിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവകൽപ്പന അനുസരിച്ച് അക്ഷരം പ്രതി കർത്താവിൻ്റെ വചനമനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി ചോദിച്ചത് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക. ഒരിക്കലും മനസ്സിൽ നിരാശപ്പെടരുത്, ദുഃഖമുണ്ടാകരുത്, കിട്ടുമോ ഇല്ലയോ എന്നുള്ള സംശയം ഉണ്ടാകരുത്. തീർച്ചയായിട്ടും ലഭിക്കുമെന്ന് വിശ്വസിക്കുക. ഞാൻ വിശുദ്ധിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, അവനെ അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക, ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് യോഹന്നാൻ വളരെ ഉറപ്പോടെ പറയുന്നത്, അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും ചോദിച്ചാൽ അവിടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. കേൾക്കുക മാത്രമല്ല, നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കുമെന്ന് നമുക്കറിയാമെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു എന്ന് നമുക്കറിയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുമ്പോൾ, ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. എവിടെയൊക്കെയാണ് നമുക്ക് മാറ്റം വരുത്താനുള്ളത്? ഏതൊക്കെ മേഖലകളിൽ നമുക്ക് മാറ്റം വരുത്താനുണ്ട്? പ്രത്യേകിച്ച് നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ സാഹചര്യത്തിൽ ഒക്കെ ഒരുപാട് ദൈവത്തെ ധിക്കരിച്ച് അനുസരണക്കേട് കാണിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന ഒരു ക്രമമൊരുക്കുക, അവൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ തീരുമാനമെടുക്കുക. വചനം വായിക്ക്, കൽപ്പനകൾ അനുസരിക്ക്, എന്നിട്ട് അനുതപിക്കുക. എവിടെയാണ് കുറവുണ്ടായത്? കർത്താവിന് മുമ്പിൽ മാപ്പ് ചോദിക്കുക. അതിനുശേഷം ഉറച്ച് വിശ്വസിക്കുക, നിൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒരിക്കലും മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല, ഒരിക്കലും മാറ്റം വരുത്താത്ത ഒരു ദൈവമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം, ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ഏക സത്യ ദൈവം മനുഷ്യൻ്റെ കണ്ണുനീരിന് വിലയിട്ടിരിക്കുന്ന ദൈവമാണ്. നിൻ്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ എൻ്റെ കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നുവെന്ന് സങ്കീർത്തനങ്ങളിലൂടെ പറയുന്ന ദൈവം നിൻ്റെ നിലവിളിക്കും നിൻ്റെ പ്രാർത്ഥനകൾക്കും തീർച്ചയായും ഉത്തരം തരും. കാരണം ദൈവം തീരുമാനത്തിൽ മാറ്റം വരുത്തുന്നവനാണ്. ഒരുപക്ഷേ നിനക്ക് ഇന്ന് അനുഗ്രഹങ്ങൾ കിട്ടുന്നില്ല, ദൈവിക കൃപകൾ കിട്ടുന്നില്ല, ചോർന്നു പോകുന്നു, ദൈവാനുഗ്രഹം കിട്ടുന്നില്ല. പക്ഷേ ദൈവം മാറ്റം വരുത്തും, മാറ്റം വരുത്തുന്നവനാണ് ദൈവം. ബർത്തേമിയോസിൻ്റെ നിലവിളിക്ക് മുമ്പിൽ നിന്നവനാണ് കർത്താവ്. കാനായിലെ കല്യാണ വീട്ടിലെ സങ്കടത്തിൻ്റെ നടുവിൽ അവർക്ക് വെള്ളം വീഞ്ഞാക്കി കൊടുത്തവനാണ് കർത്താവ്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ കുഷ്ഠരോഗി കണ്ണുനീരോടെ വന്ന് കർത്താവിന് മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ അവിടെയും മാറ്റം വരുത്തിയവനാണ് കർത്താവ്. അന്ധനായ വ്യക്തിയുടെ കണ്ണിലേക്ക് ചെളി കൊണ്ട്, തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി പുരട്ടി അവിടെയും അവന് ജന്മനായുള്ള അന്ധതയിൽ നിന്ന് മാറ്റം വരുത്തിയവനാണ് കർത്താവ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം മാറ്റം വരുത്തുന്നവനാണ്. മാറ്റം വരുത്തുന്നവനായ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ദൈവം തൻ്റെ തീരുമാനങ്ങളിൽ മാറ്റം വരുത്തും. പകരം നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെടുത്തിരിക്കുന്ന ചില തീരുമാനങ്ങളിലും നമ്മളായിരിക്കുന്ന ചില അവസ്ഥകളിൽ നിന്നും മാറ്റം വരുത്തുക. ദൈവത്തിന് വേണ്ടത് ദൈവത്തിന് കൊടുക്കുക, നിനക്ക് വേണ്ടത് ദൈവം തരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, തുടർന്ന് വരുന്ന ആരാധനയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. എവിടൊക്കെയാണ് നമുക്ക് കുറവുണ്ടായത് അവനെ കേൾക്കാം, അവൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാം. അവൻ തീർച്ചയായിട്ടും നമുക്ക് തരുമെന്ന് വിശ്വസിക്കാം. നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ പിതാവിലാണ്, നമ്മളെ സൃഷ്ടിച്ച ദൈവം, ആ പരിപാലിക്കുന്ന ദൈവം, ആ ദൈവത്തിൽ വിശ്വസിക്കാം. ആ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ഓരോരുത്തരെയും ഈ വിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ പരിപൂർണമായിട്ടും സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ആരാധന ഹല്ലേലൂയ. വിശുദ്ധ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യനാഥനായ ഈശോ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുക. ഈശോയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിലും നമ്മൾ ആഗ്രഹിക്കുന്ന മേഖലകളിലുമൊക്കെ കടന്നു വരുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ കേട്ട വചനം, അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ്. ഈശോയുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ചോദിക്കാം. കർത്താവ് ആഗ്രഹിക്കുന്ന വഴികളിലൂടെ സഞ്ചരിച്ച് നമുക്ക് ചോദിക്കാം. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ പാപങ്ങളെ ഉപേക്ഷിച്ച് നമുക്ക് ചോദിക്കാം. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നല്ല തീരുമാനങ്ങൾ എടുത്ത് നമുക്ക് ചോദിക്കാം. വചനം കേട്ടതിൻ്റെ വെളിച്ചത്തിൽ നിൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കാത്തതും ദൈവം ഇഷ്ടപ്പെടാത്തതും ദൈവം ആഗ്രഹിക്കാത്തതും ദൈവവചനം കൽപ്പിക്കാത്തതുമായ എല്ലാറ്റിനെയും ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനമെടുക്കട്ടെ.
ഏതൊക്കെ മേഖലകളാണ് ദൈവം ഇഷ്ടപ്പെടാത്തത്, ദൈവം ആഗ്രഹിക്കാത്തത്, ആ മേഖലകളെ ഒരു നിമിഷം കരങ്ങളിലേക്ക് ഉയർത്തി ഇരു കരങ്ങളും നിങ്ങൾ ദിവ്യകാരുണ്യത്തിന് നേരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആ മേഖലകളെ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, ഈ മക്കൾ ഉപേക്ഷിക്കുന്ന കാര്യങ്ങളെ കാണണമേ. അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത മേഖലകളെ ഉപേക്ഷിക്കുന്നത് സ്വീകരിച്ച് ഈ തീരുമാനങ്ങളെ അനുഗ്രഹിച്ച് ഈ മക്കളെയും ഇവരുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഇരു കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം പാപം ചെയ്യാത്തവന് അനുഗ്രഹം ലഭിക്കുമെന്നാണ്. പാപത്തിൻ്റെ മേഖലയിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കർത്താവ് വിളിക്കുന്നുണ്ട്, പാപങ്ങൾ ഉപേക്ഷിക്കാനും അനുഗ്രഹം സ്വന്തമാക്കാനും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കണം. ഈ ഭൂമിയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഓരോരുത്തരെയും ദൈവം അയച്ചിരിക്കുന്നത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാനല്ല, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. ഒന്ന് ചിന്തിച്ച്, ദൈവഹിതമനുസരിച്ചാണോ അതോ എൻ്റെ ഹിതമനുസരിച്ചാണോ ഞാൻ ജീവിക്കുന്നത്? എൻ്റെ ഇഷ്ടമനുസരിച്ചല്ല. നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ് പ്രാർത്ഥന. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ജീവിച്ച് നമ്മുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കണം. അപ്പോഴാണ് ദൈവം നമ്മളിൽ പ്രീതികരമായിട്ട് പ്രവർത്തിക്കുക, ദൈവത്തിന് നമ്മളോട് താല്പര്യമുണ്ടാവുക, നമ്മുടെ തീരുമാനങ്ങളോട് താല്പര്യമുണ്ടാവുക, നമ്മുടെ മേഖലകളിൽ കർത്താവ് വഴികൾ തുറന്നു തരിക, നമ്മുടെ തടസ്സങ്ങൾ കർത്താവ് മാറ്റുക. അതുകൊണ്ടാണ് നമ്മൾ വചനത്തിലൂടെ കേട്ടത്, ഈശോയുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുക. നമ്മൾ സുവിശേഷങ്ങളൊക്കെ കാണുന്നുണ്ട്, ഈശോയുടെ അടുത്തേക്ക് കടന്നു വരുന്ന ഒരുപാട് പേര്, അവരൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കുക, മാറ്റം വരുത്താൻ തീരുമാനമെടുക്കുക, കർത്താവ് തന്നെ അനുഗ്രഹിക്കും. ഒരു പക്ഷേ ഈ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ഹൃദയം നുറുങ്ങിയ അവസ്ഥയിലായിരിക്കാം. ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, മാനസികമായ ക്ലേശങ്ങൾ, രോഗാവസ്ഥകൾ, കുടുംബത്തിൽ വന്നു ഭവിച്ചിരിക്കുന്ന ചില തകർച്ചകൾ, കുടുംബത്തിൽ കടന്നു പോകുന്ന ചില അനർത്ഥങ്ങൾ, ഒരുപക്ഷെ വ്യക്തിപരമായി നിന്നെ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങളിലോ കുറ്റപ്പെടുത്തലുകളിലോ ഒക്കെ പെട്ടുപോയതുകൊണ്ടുള്ള അവസ്ഥകൾ, ഒരുപാട് ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥയിലായിരിക്കും നീ ഇപ്പോൾ ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നിൽക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ട്, കർത്താവ് നിന്നെ തിരിച്ചറിയുന്നുണ്ട്. അവിടുന്ന് നമ്മളെ പ്രാർത്ഥന കേൾക്കും, അത് വിശ്വാസമാണ്. അവിടുന്ന് നമ്മളെ പ്രാർത്ഥന കേൾക്കുമെന്ന് നമുക്ക് അവനുള്ള ഉറപ്പാണ്. അതാണ് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു തരുന്നത്. ഈശോയെ ഏറ്റവും അധികം സ്നേഹിച്ച വ്യക്തി, ഈശോ ഏറ്റവും അധികം സ്നേഹിച്ച യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു തരുന്നത്, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഹൃദയത്തോട് ചേർത്ത് പിടിച്ച കരങ്ങൾ ഒരു നിമിഷം ദിവ്യകാരുണ്യത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഇതും കടന്നു പോകും, നിൻ്റെ ജീവിതത്തിലെ ഈ അവസ്ഥകൾ കടന്നു പോകും. കടന്നു പോകാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ, ഇസ്രായേൽ ജനം ഈജിപ്തിലെ അടിമത്തത്തിൽ കഴിയുമ്പോൾ കടന്നു പോകുന്ന ദൈവത്തെ നമ്മൾ കാണുന്നത്. ഇതും കടന്നു പോകും, നിൻ്റെ ഈ വേദനകൾ കടന്നു പോകും. ഒരു നിമിഷം കരങ്ങൾ ദിവ്യകാരുണ്യത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, വൈദികരായ ഞങ്ങൾ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവരുടെ വിഷമങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ മക്കളുടെ ഹൃദയത്തിലേക്ക് ഈ നിമിഷം കടന്നു ചെല്ലണമേ. ആവശ്യമായ മാറ്റങ്ങളും വിടുതലുകളും വിശുദ്ധീകരണങ്ങളും നൽകണമേ. കർത്താവെ, വലിയ ബന്ധനങ്ങൾ തകർക്കണമേ. ഹൃദയം തകർന്നു പോയവരെ കർത്താവെ സുഖപ്പെടുത്തണമേ. കർത്താവെ, അടിമത്തങ്ങളിൽ കഴിയുന്നവരെ മോചിപ്പിക്കണമേ. രോഗികൾക്ക് ഈ നിമിഷം തന്നെ സൗഖ്യം നൽകണമേ. ഈശോയെ, ഈ ദിവ്യകാരണത്തിലും പുറപ്പെടുന്ന ശക്തി കൊണ്ട് കർത്താവെ, വലിയ വിടുതലുകൾ ഈ മക്കളുടെ കുടുംബത്തിലും കൂട്ടായ്മയിലും സംഭവിക്കട്ടെ. കർത്താവെ, ആത്മഹത്യയിലേക്ക് ചിന്തിക്കുന്ന മക്കളെ പൂർണ്ണമായും പിന്തിരിപ്പിക്കണമേ. കർത്താവെ, മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മക്കളെ ജീവൻ്റെ സംസ്കാരത്തിലേക്ക് നയിക്കണമേ. ഈശോയെ നന്ദി. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ഈ മക്കളെ ഞങ്ങൾ ആശീർവദിക്കുന്നു. യേശുനാമത്തിൽ എല്ലാ ബന്ധനങ്ങളും വഴിയട്ടെ, എല്ലാ കെട്ടുകളും വഴിയട്ടെ. യേശുവിൻ്റെ സ്നേഹം, സമാധാനം, സന്തോഷം നിൻ്റെ കുടുംബത്തിലും നിൻ്റെ ജീവിതത്തിലും വ്യാപരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്കെല്ലാവർക്കും നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഈശോയുടെ സ്പർശനത്തിന് വേണ്ടി ആഗ്രഹിക്കാം. സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന മിശിഹ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ കാണുന്ന നിമിഷങ്ങളാണ്. വിശ്വാസത്തോടെ കണ്ണുകളടച്ച് ഈശോയുടെ ആശീർവാദം ഏറ്റെടുക്കുക, കർത്താവിൻ്റെ സ്പർശനം സ്വീകരിക്കുക. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും
ഉണ്ടാകേണമേ.